ടീച്ചറായ യുവതിയും ശിഷ്യനും തമ്മിലുള്ള പ്രണയം അവസാനം കൊലപാതകത്തിലെത്തി. സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ മധുരവട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. കർഷക തൊഴിലാളിയായ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് മുരളി ജനിക്കുന്നത്. സഹോദരന്മാരെല്ലാം കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ മുരളി പഠിക്കാൻ മിടുക്കനായിരുന്നു. മുരളി പഠനത്തിൽ ഡോക്ടറേറ്റ് എടുത്തു. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു കോളേജിൽ പ്രൊഫസറായി ജോലി കിട്ടിപ്പോയി. അതോടുകൂടി ആ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾ തീർന്നു. വീട്, കല്യാണം, പണം, അങ്ങനെ അച്ഛനും അമ്മയ്ക്കും സഹോദരന്മാർക്കുമെല്ലാം നല്ല രീതിയിൽ സഹായമായി മുരളി മാറി. 8 വർഷത്തിന് ശേഷമാണ് മുരളി നാട്ടിലെത്തിയത്. കുടുംബം അപ്പോൾ മുരളിക്ക് വേണ്ടി വിവാഹ ആലോചന തുടങ്ങി. അങ്ങനെ വിശാഖപട്ടണത്തിലുള്ള മൃദുല എന്ന ടീച്ചറുടെ വിവാഹ ആലോചന അവർ ആലോചിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു. 2014 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. വൈകാതെ തന്നെ മുരളിയും മൃദുലയും സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. ഇവർക്ക് ഒരു കുഞ്ഞുമുണ്ടായി. പക്ഷേ സൗത്ത് ആഫ്രിക്കയിലെ കാലാവസ്ഥ മൃദുലയ്ക്ക് പിടിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 2019 മൃദുല നാട്ടിലേക്ക് മടങ്ങി. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിൽക്കണം എന്നാണ് മുരളി മൃദുലയോട് പറഞ്ഞത്. നാട്ടിൽ വന്നപ്പോൾ മൃദുല അതിന് തയ്യാറാവാതെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തു നിൽക്കണമെന്ന് വാശി പിടിച്ചു. അവസാനം മൃദുലയ്ക്ക് വേണ്ടി സ്വന്തമായി താമസിക്കാൻ ഒരു വാടക വീട് നോക്കി. സഹോദരൻ കണ്ടുപിടിച്ച ആ ഫ്ലാറ്റിലേക്ക് മൃദുല താമസം മാറി. ഒരു ദിവസം സഹോദരൻ മുരളിയെ വിളിച്ച് ഒരു വിവരം പറഞ്ഞു. ആ ഫ്ലാറ്റിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട് എന്നാണ് സഹോദരൻ മുരളിയോട് പറഞ്ഞത്. മുരളി മൃദുലയെ വിളിച്ചു ഇക്കാര്യം ചോദിച്ചു. അവൻ കോളേജിൽ പഠിക്കുന്ന ചെറുക്കനാണ് എന്നും മകനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് എന്നും പിന്നെ അവന് ഇംഗ്ലീഷിൽ സംശയമുണ്ടെങ്കിൽ താൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നും അവൻ ഒരു അനുജനെ പോലെയാണ് എന്നും മൃദുല മുരളിക്ക് മറുപടി കൊടുത്തു. അവൻ്റെ പേര് ശങ്കർ എന്നാണ്. 2022 ജൂലൈ 9 മുരളി നാട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞ് 12 രാവിലെ മുരളി തൻ്റെ അമ്മയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി 5 ലക്ഷം രൂപയും കയ്യിൽ കരുതിയിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരത്തോടെ മുരളിയെ കാണാതായി. 17 ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മൃദുല അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. മുരളിയുമായി ബന്ധപ്പെട്ട ആളുകളെയും കൂട്ടുകാരെയും പോലീസ് ചോദ്യം ചെയ്തു. അവർക്കൊന്നും അറിയില്ല എന്ന ഉത്തരമായിരുന്നു. അതോടെ മൃദുല കള്ളം പറയുകയാണെന്ന് പോലീസ് സംശയിച്ചു. അങ്ങനെ മൃദുലയെയും പോലീസ് ചോദ്യം ചെയ്തു. മുരളിയുടെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തപ്പോൾ അവിടെ അടുത്തു തന്നെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഫോൺ അവസാനം ഓഫായിരിക്കുന്നത് എന്ന് മനസ്സിലായി. പക്ഷേ മുരളിയെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മധുര പാലത്തിനടിയിൽ ഒരു ശവം കണ്ടു എന്ന് പറഞ്ഞ് ഒരു കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. പോലീസ് അപ്പോൾ തന്നെ അങ്ങോട്ട് പോയി. കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു മൃതദേഹമാണ് അവിടെ കണ്ടത്. ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അത് ചീഞ്ഞളിഞ്ഞിരുന്നു. മുരളിയുടെ സഹോദരനാണ് വാച്ച് കണ്ട് ഇത് മുരളിയാണോ എന്ന സംശയം പറഞ്ഞത്. പിന്നീട് DNA ടെസ്റ്റ് ചെയ്ത് ബോഡി മുരളിയുടെ തന്നെ എന്ന് കൺഫേം ചെയ്തു. ശരീരഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് അത് സംസ്കരിച്ചു. പോലീസ് മൃദുലയെ വീണ്ടും ചോദ്യം ചെയ്തു. കൂട്ടുകാരുടെ കൂടെ മുരളിയെ കണ്ടു എന്ന് നുണ പറഞ്ഞത് എന്തിനാണ് എന്ന് പോലീസ് ചോദിച്ചു. താൻ പറഞ്ഞത് നേരാണ്, പക്ഷേ ആരാണ് തന്നോട് അക്കാര്യം പറഞ്ഞത് എന്ന് തനിക്ക് ഓർമ്മയില്ല എന്നായിരുന്നു മൃദുലയുടെ മറുപടി. അവസാനം പോലീസ് മുറിയിൽ തന്നെ മൃദുലയെ പോലീസ് ചോദ്യം ചെയ്തു. അപ്പോൾ മൃദുല എല്ലാ സത്യവും തുറന്നു പറയേണ്ടി വന്നു. വീട്ടിൽ താമസം ആരംഭിച്ചപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയം ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ താൻ പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച ശങ്കറിനെ കണ്ടു. അവർ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ശങ്കറിനെ ഒരു ദിവസം ടീച്ചർ വീട്ടിലേക്ക് വിളിച്ചു. പിന്നീട് ശങ്കർ അവിടെ നിത്യ സന്ദർശകനായി. ഇവർ തമ്മിൽ മറ്റൊരു രീതിയിലുള്ള ബന്ധം വളർന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി മുരളിയുടെ വരവുണ്ടായത്. 2 മാസത്തെ ലീവിനാണ് മുരളി വന്നത്. അതുകൊണ്ട് തന്നെ മൃദുലക്കും ശങ്കരനും കാണാനുള്ള സാധ്യതകളില്ലാതായി. പക്ഷേ അവർക്ക് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. മുരളി എവിടെയെങ്കിലും പോകുമ്പോൾ താൻ വിളിക്കാം, അപ്പോൾ വരണം എന്ന് മൃദുല ശങ്കറിനോട് പറഞ്ഞു. ജൂലൈ 12 മൃദുല ശങ്കറിനെ വിളിച്ചു. പരസ്പരം കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം പങ്കുവെച്ച അവർ അവസാനം മുരളിയെ കൊല്ലാൻ തീരുമാനിച്ചു.
രാത്രി മുരളി മദ്യപിച്ച് കിടന്നുറങ്ങിയപ്പോൾ ശങ്കർ അവിടെയുള്ള പ്രഷർ കുക്കറിൻ്റെ മൂടിയെടുത്ത് മുരളിയുടെ തലയിലടിച്ചു. അങ്ങനെ അവർ ശങ്കറിനെ കൊന്നു. രാത്രി 2 മണിയോടുകൂടി ഒരു ചാക്കിൽ ബോഡി കെട്ടി അവരുടെ കാറിൽ കൊണ്ടുപോയി രണ്ടുപേരും ചേർന്ന് അതിനടുത്തുള്ള പാലത്തിൽ നിന്നും താഴേക്കിട്ടു. വെള്ളത്തിലാണ് വീണത് എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ബോഡി വെള്ളത്തിലല്ല വീണത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥിതി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ശങ്കറിനെ മൃദുല പറഞ്ഞു വിട്ടു. ശങ്കർ പാലത്തിനടുത്ത് വന്നു നോക്കുമ്പോൾ ദുർഗന്ധം വരാൻ തുടങ്ങിയിരുന്നു. ഇത് പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ പിടികൂടുമെന്ന് ശങ്കർ മൃദുലയോട് പറഞ്ഞു. പെട്രോൾ ഒഴിച്ച് ബോഡി കത്തിക്കാൻ വേണ്ടി മൃദുല ആവശ്യപ്പെട്ടു. ശങ്കർ പെട്രോൾ കൊണ്ടുപോയി രാത്രി 12 മണിയോടുകൂടി മൃതദേഹത്തിന് തീ കൊടുത്തു. പക്ഷേ പെട്ടെന്ന് ഒരു വണ്ടിയുടെ വെളിച്ചം കണ്ടപ്പോൾ ശങ്കർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പോലീസ് അന്വേഷണം നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ശങ്കർ മൃദുലയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇക്കാര്യം ആരും അറിഞ്ഞില്ല. അവസാനം പോലീസ് മൃദുലയെയും ശങ്കറിനെയും അറസ്റ്റ് ചെയ്തു. ഇരുവരും കോടതി വിധിക്കു വേണ്ടി കാത്തിരിക്കുകയാണിപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.